നേരെ ബംഗാളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. ബംഗാളിൽ നാളെയാണ്. ശരത്ലാൽ, ഗുഡ് ഈവനിംഗ്. TMC BJP ഡയറക്ട് ഫൈറ്റ് നടക്കുന്ന ബംഗാൾ, മമതാ സർക്കാരിന് അന്ത്യം കുറിക്കാൻ ഉറപ്പിച്ചിറങ്ങിയ BJP ഈ കൂച്ച് ബിഹാർ, ഡാർജിലിംഗ്, മാൾഡ അടക്കം ജില്ലകളിൽ നടക്കുന്ന ആദ്യഘട്ട പോളിംഗ് ആണ്. കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള മുർഷിദാബാദും നാളെ വിധി എഴുതാൻ പോകുന്നു. എന്താണ് ബംഗാളിലെ വിധിയെഴുത്തിന് മണിക്കൂറുകൾക്ക് മുൻപത്തെ കാഴ്ചകൾ, ശരത്? ഗുഡ് മോർണിംഗ് സുരലക്ഷ്മി. അതുതന്നെയാണ്. കാരണം ഇവിടെ ഈ BJPയും അതേപോലെ തൃണമൂലും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. തൃണമൂലിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തെയും അതേപോലെ വനിതാ സംവരണ ബില്ലിലെ വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടാണ് അവസാന ഘട്ടത്തിൽ BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. ഏതായാലും 152 മണ്ഡലങ്ങളിൽ ഉത്തര ബംഗാൾ, വടക്കൻ ബംഗാളിലെ 54 മണ്ഡലങ്ങളിൽ BJP മേൽക്കായ്മ തന്നെ എന്ന് പറയേണ്ടി വരും. അതുകൂടാതെ ഈസ്റ്റ് മിഡ്നാപൂർ, അതേപോലെ വെസ്റ്റ് മിഡ്നാപൂർ, മുർഷിദാബാദ് എന്നീ മണ്ഡലങ്ങളിലാണ് മമതാ ബാനർജിക്ക് അല്പം ഒരു ആശ്വാസം ലഭിക്കുമെന്നൊരു തോന്നലുള്ളത്. അതായത് മുർഷിദാബാദിൽ ഇപ്പോൾ 22 സീറ്റിൽ 20 സീറ്റും തൃണമൂലാണ് വിജയിച്ചിരിക്കുന്നത്. 2 സീറ്റ് മാത്രമാണ് അവിടെ BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുർഷിദാബാദിലേക്ക് അതേ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൃണമൂലിനെ സംബന്ധിച്ചോളം, മമതയെ സംബന്ധിച്ചോളം ഈ 152 ആദ്യഘട്ട പോളിംഗിലെ ഒരു വിജയം, അതായത് മാൽഡ, അതേപോലത്തെ മുർഷിദാബാദ്, മിഡ്നാപൂർ ഈ ജില്ലകളിലുള്ള ഒരു പ്രാമുഖ്യം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൃണമൂൽ 15 വർഷത്തെ ഭരണത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും എന്നതാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും ഹുമയൂൺ കബീറിൻ്റെ മുർഷിദാബാദിലെ പാർട്ടിക്ക് എന്ത് ചലനം സൃഷ്ടിക്കാൻ ശ്രമിക്കും, അത് മമതയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വെളുത്തുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഈ 152 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന 1400ഓളം 220ഓളം സ്ഥാനാർത്ഥികളാണ്. ഈ സ്ഥാനാർത്ഥികളിൽ 294 പേർ കടുത്ത കുറ്റകൃത്യങ്ങളിൽ പ്രതിയാക്കപ്പെട്ടവരാണ് എന്നുകൂടി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ബംഗാളിലുടനീളം 152 മണ്ഡലങ്ങളിലും സുരക്ഷാ സേന എതിർത്തിരിക്കുന്നത്. അതായത് അസംബ്ലി മണ്ഡലങ്ങളിലെ ഹോട്ടലുകളിൽ നിന്ന് പോലും പുറത്തുനിന്നുള്ള ആൾക്കാരെ എല്ലാവരെയും പുറത്താക്കണമെന്നുള്ള അത്തരം കർക്കശമായ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് മുതൽ 2 വീലർ പാടെ നിരോധിച്ചിട്ടുണ്ട്. 2 വീലറുകളുടെ നിരോധനം ഇന്ന് വൈകിട്ടോടെ പ്രാബല്യത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാഹനമായ 2 വീലർ വോട്ടിംഗ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കനത്ത സുരക്ഷാ ഏർപ്പാടുകളാണുള്ളത്. ഏതായാലും മമതയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ 152 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട്ടിൽ നാളെ തിരഞ്ഞെടുപ്പാണ്. നാളെ ജനവിധി എഴുതുകയാണ് തമിഴ്നാട്. ഒപ്പം തന്നെ ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ഒരുക്കങ്ങളൊക്കെയും പൂർണ്ണമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ 2 ഇടങ്ങളിലും ശക്തവുമാണ്.